നിർത്ത് നിർത്തടാ നിർത്ത്. ഇങ്ങോട്ട് ഇറക്കടാ അവനെ. എവിടെ നടാ ലോഡ്? കോയമ്പത്തൂരിന്നാ. റഹീം ഹാജിയുടെ കൊലക്കേസ് അന്വേഷിക്കാൻ വന്ന നിങ്ങൾ പരാതിക്കാരനായി പെരുവഴി കിടന്ന കുഞ്ഞലവയുടെ കൈ തല്ലിയൊടിച്ചു. എന്തൊക്കെയാടോ സൂപ്രണ്ട് ഇത്? അത് പിന്നെ പോട്ടെന്ന് വെക്കാൻ സഹാവേ. അല്ല, അതും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പക്ഷെ ചുമ്മാ ഒരു രസത്തിന് ലാത്തി ചാർജും കണ്ടു നിന്ന നമ്മുടെ കുട്ടി സഹാക്കന്മാരുടെ ചന്തിയും തലയും തല്ലി പൊളിക്കാന്ന് വെച്ചാ മനഃപൂർവ്വമല്ല സാർ. മോബ് വയലന്റായി. ചാർജ് ചെയ്യാൻ ഓർഡർ കൊടുത്താ പിന്നെ കൊടിയുടെ നിറം നോക്കി തെരഞ്ഞു പിടിച്ച് അടിക്കാൻ ഒക്കില്ല സാർ. അത് താൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഒരുപാട് ലാത്തി ചാർജ് കണ്ടവനാ. അതെ, സാർ അടി കൊണ്ടിട്ടല്ലേ ഉള്ളൂ. അടി കൊടുക്കുന്നവന്റെ വികാരം കൂടി ഒന്ന് മനസ്സിലാക്കണം. കല്ലും കത്തിയും വടിവാളുമായി നിൽക്കുന്ന ആയിരങ്ങളുടെ ജനക്കൂട്ടത്തെ 5 ലാത്തി കൊണ്ട് നേരിടുന്ന പോലീസുകാരനെടുക്കുന്ന ലൈഫ് റിസ്ക് കുറഞ്ഞ പക്ഷം ഒരു ഹോം മിനിസ്റ്ററെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. ഒലക്കേട മൂട്. എങ്ങാണ്ടെന്നൊരു ഫോൺ വന്നെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്നെ കാടിളക്കി കൊടയം കുരിശും എടുത്ത് ഓടിയിരിക്കുന്നു ഷെട്ടിയെ പിടിക്കാൻ. എന്നിട്ട് എന്തായി? എന്താണോ ഇത്? പൂരപ്പറമ്പിലെ കുടമാറ്റോ? മന്ത്രിസഭയെ നാറ്റിച്ചതിന് സമാനം പറയണോ? ഇത്തരം നാസ്റ്റി കമന്റ്സിന് പ്രാസ ഒപ്പിച്ചുള്ള മറു ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ച് കീറി കയ്യടി വാങ്ങിയാ ഞാൻ ഇവിടം വരെ എത്തിയത്. ആ സ്കോപ്പ് ഈ ജംഗ്ഷനിലും ഉണ്ടെന്നറിയാം, പ്രയോഗിക്കുന്നില്ല. കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല, സൗകര്യമില്ല. ഇത്തരം നാഷണൽ വേസ്റ്റുകളോട് വായിട്ടലയ്ക്കാനുള്ള ക്ഷമയില്ലാഞ്ഞിട്ടാണ് സാർ. കൂടുതൽ വാലിട്ടിളക്കണ്ട. ഒരു IPS കാരൻ മുഹമ്മദ് സർക്കാർ. തനിക്ക് ഏതവനാണോ ഈ പേരിട്ടത്? സാറിന്റെ അച്ഛൻ. എടോ, മന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടോ പന്ന റാസ്കൽ? സാർ വിടാൻ പറഞ്ഞത്. മാറണോ വിടണോ? മിസ്റ്റർ മുഹമ്മദ്, ഒരു ഹോം മിനിസ്റ്ററുടെ തന്തയ്ക്ക് വിളിക്കുന്ന ഫിലിം ഹീറോയെ ഞാൻ സഹിക്കും, രസിക്കും. എന്റെ സബോർഡിനേറ്റിനെ തന്തയ്ക്ക് വിളിക്കുന്ന റിയാലിറ്റിയെ ഐ വിൽ നോട്ട് ടോളറേറ്റ്. യു ഹാവ് ടു ടോളറേറ്റ് സർ. പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. എന്റെ മിനിസ്റ്റർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ സത്യസന്ധമായ ഉത്തരം പറഞ്ഞു. ദാറ്റ്സ് ഓൾ. മുഹമ്മദ് എന്ന പേര് ഉപ്പയിട്ടാണെങ്കിലും സർക്കാർ എന്ന വാല് മുളപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാ, നാരായണൻ നമ്പ്യാർ. അതെ സർ, മലബാറിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഖെസ് പാട്ടുകാരനെയും കുടുംബത്തെയും സമുദായ പാർട്ടിക്കാർ കെട്ടി എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. കരുണയ്ക്ക് വേണ്ടിയുള്ള സമരം. അന്ന് നിങ്ങൾ തൊഴിലാളി വർഗ തമ്പ്രാക്കന്മാരുടെ ഭരണകാലം. അവരും കനിഞ്ഞില്ല. അവിടെ കുത്തിയിരുന്ന് പാട്ടുപാടി എരന്ന് മടുത്തപ്പോ എന്നെ മുഹമ്മദ് റാഫിയാക്കാനുള്ള ആഗ്രഹം ഉപ്പ ഉപേക്ഷിച്ചു. ഉച്ചക്കഞ്ഞി ഉറപ്പായ സർക്കാർ സ്കൂളിൽ ചേരാൻ പോയ എന്റെ വീട്ടഡ്രസ് ഹെഡ്മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുത്തും വായന അറിയാത്ത എന്റെ ഉമ്മക്ക് കഴിഞ്ഞില്ല. ക്രൂരമായ തമാശകളിൽ രസിച്ചിരുന്ന അന്നത്തെ ഹെഡ്മാസ്റ്റർ നമ്പ്യാർ സാർ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ, എന്റെ പേരിന് പുതിയൊരു വീട്ടുപേര് കൂടി എഴുതി ചേർത്തു, സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എത്തിയവനല്ലേ ഈ മമ്മൂഞ്ഞ്? മുഹമ്മദ് സർക്കാരായി, മുഹമ്മദ് സർക്കാർ. ആദ്യം ആ കോമഡി എനിക്ക് രസിച്ചില്ലെങ്കിലും പിന്നീട് ഈ പേരിനൊരു സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. സംശയം തോന്നിയവന്മാരോടൊക്കെ ഞാൻ വെച്ച് കാച്ചി. അന്നദാതാവായ പൊന്നു തമ്പുരാനും തമ്പുരാൻ അന്നം കൊടുത്തിരുന്ന ബ്രിട്ടീഷ് സായിപ്പും ചേർന്ന് ചത്തുപോയ എന്റെ ഏതോ വീരശൂര ഉപ്പുപ്പാക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് ഈ സർക്കാർ എന്നൊക്കെ.
മായൻകുട്ടിയുടെ മകൻ അല്ലേ? ചങ്ങാതിമാരായിരുന്നു ചെറിയ ക്ലാസ്സിൽ. ഉപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാ മായൻകുട്ടി മരിച്ചതറിഞ്ഞത്. ഓർഫനേജിലായിരുന്നു പിന്നീട് അല്ലേ? തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ്സ്, പിന്നെ അലഹബാദ്, വിവേകാനന്ദ, വേറെ പലയിടത്തും. മായൻകുട്ടിയുടെ മകനെ ഞാൻ സ്വീകരിച്ച വിധം ശരിയായില്ല അല്ലേ? അയ്യോ, ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല. പെട്ടെന്ന് ക്ഷോഭം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞുകൂടായിരുന്നു. മാപ്പാക്കണം. ഞാനും മാപ്പ് ചോദിക്കുകയായിരുന്നു, നിന്നോടല്ല, മനസ്സുകൊണ്ട് മായൻകുട്ടിയോട്. എനിക്ക് IPS ഇല്ല, പറഞ്ഞു വരുമ്പോ സാറിന്റെ അത്ര നക്ഷത്രവും ഇല്ല. പക്ഷേ 15 വർഷത്തെ സർവീസ് കൂടുതലുണ്ട്. ആ കൺസിഡറേഷൻ പോലും സാർ ഇന്നലെ എനിക്ക് തന്നില്ല. സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന് നാറി മെനക്കേടായിട്ട് നിൽക്കുമ്പോ ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരൊറ്റ ഒരുത്തനെയും വിശ്വസിക്കരുത്. ദാ ഈ ഞാനടക്കം പോലീസിലുള്ള ഒരമ്മമാരെയും വിശ്വസിക്കരുത്. ഏത് നിമിഷം ഏതവനാ കയറി ഷെട്ടിയുടെ ഒറ്റുകാരനാകുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. അതാ നരേന്ദ്ര ഷെട്ടി. വൈകിട്ട് 2 സ്മാളും പിടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ ചിലപ്പോ തോന്നും കൂടെ കിടക്കുന്ന എന്റെ ആലീസിനെ പോലും വിശ്വസിക്കാനും ഒക്കെ ഇല്ലെന്ന്. അയ്യോ, ചിരിക്കാൻ പറഞ്ഞതല്ല. ഷെട്ടിയുടെ കാര്യം വരുമ്പോ പോലീസിലുള്ള ഒരുവന്റെയും പെമ്പിളമാരെ വിശ്വസിക്കാനും ഒക്കെയല്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആലീസിനെ വിശ്വസിക്കാൻ കൊള്ളുകയല്ല, തീരെ കൊള്ളുകയല്ല. അല്ല, മൊത്തത്തിൽ പറഞ്ഞപ്പോ ഒരു താളത്തിനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ആ താളം കറക്റ്റാ, അസല് ത്രിപുട താളം. ആലീസ് കള്ളി തന്നെയാ, പരമ പെരും കള്ളി. ഭർത്താവില്ലാത്ത നേരം നോക്കി സന്ധ്യമയക്കത്തിന് ചെറുപ്പക്കാരനും കാണാൻ കൊള്ളാവുന്നവനുമായ പരപുരുഷനെ ഫോണിൽ വിളിച്ച് കിന്നരിക്കുന്നവളെ കള്ളീന്ന് മാത്രം വിളിച്ചാ മതിയോടോ ജോൺ വർഗീസേ? പോരാ, അതാ ഞാൻ പരമ പെരും കള്ളി എന്ന് വിളിച്ചത്. അതെന്നാ സാറേ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഒരുമാതിരി മൊനവച്ച മറുഭാഷ പറയുന്നേ? ഈ ആലീസ് നല്ല ഉരുപ്പടിയായിരിക്കും, ഏത് ഷെട്ടിക്കും പറ്റിയ അസല് മുതല്. സാറേ ദേ ഒരുമാതിരി പൂവമ്പഴ അണ്ണാക്കി തള്ളി വർത്താനം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. പൂവമ്പഴം അണ്ണാക്കി തടഞ്ഞതിന്റെ അരുചി മാറ്റിത്തരാം. ഫീൽ ദ ടേസ്റ്റ് ഓഫ് യുവർ ബ്ലഡ് ആൻഡ് ബ്രെയിൻ. തലച്ചോറ് പിളർന്ന് അണ്ണാക്കിൽ ഇറങ്ങുന്നതിന്റെ സുഖം അറിയണോ തനിക്ക്? ഷെട്ടിയുടെ ഒറ്റുകാരിയായി ഇന്നലെ രാത്രി കള്ളപ്പേരിൽ എന്നെ ടെലിഫോൺ വിളിച്ചത് ആരാണ്? ശർമ്മ. ഔട്ട് ഔട്ട് സർ. മിസ്സസ് ആലിസ് ജോൺ വർഗീസ്, രാമപുരം തേക്കിൻകാട്ടിൽ പുന്നൂസ് തരകന്റെ മകൾ, ഷെട്ടിയുടെ വിശ്വസ്തനായ ഒറ്റുകാരന്റെ ഭാര്യ. ഈ കണ്ണീരും തൊഴുകയും ഷോ ഓഫ് ആണെന്നറിയാം. എന്നാലും സസ്പെൻഷൻ അടക്കമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും തൽക്കാലം ഞാൻ ഇയാൾക്കെതിരെ എടുക്കുന്നില്ല. ദിസ് ഇസ് ഫോർ യു. പറഞ്ഞത് ഭംഗിവാക്കല്ല, ഓൺലി ഫോർ യു. ടെലിഫോൺ വിളയാട്ടം ഇനിയും തുടരുമ്പോ try to avoid me. മനസ്സിലായടി പൊന്ന. ഔട്ട്.
എനിക്ക് ലഭിച്ച ടെലിഫോൺ കോൾ ഫേക്ക് ആണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ ഇന്നലെ ഒരു റെയ്ഡിനിറങ്ങി പുറപ്പെട്ടത് മണ്ടം കളിക്കാനല്ല, 2 ലോഡ് സെക്കൻഡ്സ് വിദേശ മദ്യം പിടിച്ച് വീരദേശാഭിമാനി ചമയാനും അല്ല, ഒറ്റുകാരെ കണ്ടുപിടിക്കാനാണ്. ഷെട്ടിയുടെ ഒറ്റുകാരൻ. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഷെട്ടി ആ ലിമിറ്റും ക്രോസ് ചെയ്തു. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും അയാളുടെ ഭാര്യയും വരെ ഒറ്റുകാർ. ഒരിക്കലും ശാപമോക്ഷം കിട്ടാത്ത ഈ മുടിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവനും വൺ മാൻ ഷോ നടത്തി ഷൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ ആ ഷോ നടത്തും. ഷെട്ടിയല്ല, ഒരു കവലച്ചട്ടമ്പിയെ അറസ്റ്റ് ചെയ്യാൻ പോലും നാണം കെട്ട ഈ പോലീസ് ഫോഴ്സിനെ വെച്ച് കഴിയില്ലെന്ന് എനിക്കറിയാം. ഒറ്റുകാരുടെ എണ്ണം ഒരു ജോൺ വർഗീസിൽ ഒതുങ്ങുന്നില്ല. ഉണ്ടോ? ടെലിഫോൺ എക്സ്ചേഞ്ച് നമ്പർ കോഡ്. ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച നമ്പറുകളാണ്. അതിൽ ജോൺ വർഗീസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് 2 നമ്പറുകൾ മാത്രം. ഒന്ന് എന്റെ വീട്ടിലേക്ക്, മറ്റൊന്ന് ഷെട്ടിയുടെ ഓഫീസിലേക്ക്. ഏത് കുറ്റവാളിയും സ്വയം പിടിക്കപ്പെടാനുള്ള ഒരു ലൂപ്പോൾ ഉപേക്ഷിക്കുമെന്നാണല്ലോ നമ്മുടെ പോലീസ് തിയറി. ഇത്രയും സർവീസ് ഉള്ള തനിക്ക് ഈ നിസ്സാര ലൂപ്പോൾ അടയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോടോ വർഗീസ്. ഒരു ശുദ്ധികലശത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. ചേഞ്ച് യുവർ സെൽസ് or else I'll react upon you. മുഹമ്മദ്, ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അടുത്ത് തന്നെ കാണാം. പാത്തുമ്മയോട് പ്രത്യേകം അന്വേഷണം പറയണം. അവൾക്കൊരു സമ്മാനം അകത്ത് വെച്ചിട്ടുണ്ട്. നരേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട്. നരേന്ദ്ര ഷെട്ടി. ലൈല, ലൈല, പാത്തു, പാത്തു, ലൈല, ലൈല, കുളിക്ക 2 മിനിറ്റ്. പാത്തുക്കുട്ടി എവിടെ? അവിടെ ഉണ്ടായിരുന്നല്ലോ. ബെഡ്റൂമിൽ നോക്കിയോ? യെസ്. മുഹമ്മദ്, ഭയന്നു പോയല്ലേ? യെസ് 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 യെസ്, താൻ വല്ലാതെ ഭയന്നു. എടോ, തന്റെ വലത് കയ്യിലിരിക്കുന്ന ആ പൂച്ചണ്ടില്ലേ, that bunch of red roses, throw it off ya. അതും പൊട്ടിയില്ല. പേടിച്ചതൊക്കെ വെറുതെ അല്ലേ? റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ. ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞ് പരുത്തുന്നത്. ആണോ? കീപ് away from നരേന്ദ്ര ഷെട്ടി. miles away. do not trespass. അതിക്രമിച്ച് കടക്കരുത്.
Bloody shit. Good morning. Welcome. Leave him. ആഹാ, ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ. കൊള്ളാം. നല്ല ഒരു മൾട്ടിപർപ്പസ് ഗ്യാങ്ങും ഷാർപ്പ് ഷൂട്ടിംഗ് ബാർബേറിയൻസ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ. താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത്, അല്ലയോ? അവരത് പറയും. ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത്, ക്ഷൗരക്കത്തി. ഓ ഗോഡ്, ഇറ്റ്സ് ബ്ലീഡിംഗ്. ലോഷൻ കൊടുക്ക്, ലോഷൻ കൊടുക്ക്. എടോ, ആ ആഫ്റ്റർ ഷേവ് എടുത്ത് പുരട്ടി കൊടുക്കാൻ. ബാഡ് ഓമൻ. കയ്യിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു. മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. കുറ്റക്കാരൻ ഞാൻ തന്നെ. ആളും പേരും ഇല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലൊരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനഃപൂർവ്വം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല. ഒരു അബദ്ധം പറ്റിയതാണ്. അതിനുള്ള ദൈവശിക്ഷയും കിട്ടി. പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കൊടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത്. അത് സാരമില്ല. അല്ലോ, റെഡ് റോസസ്. ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ഈ ചുവന്ന റോസാപ്പൂക്കൾ കാണുന്നതേ ഭയമാണ്. കയ്യിൽ നിന്നങ്ങനെ കത്തിയെറിഞ്ഞാലോ? പൂട്ടിക്കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തും ഒക്കെ വെക്കുക. ബെഡ്റൂമിൽ കടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി. ടെലിഫോണിന് സുഗന്ധം പകരാൻ ബൊക്കെ. പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഒരു ടെലിഫോണിക് വരട്ട്. ഒരു ടെറിഫൈങ് ഹൊറർ എഫക്റ്റ് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ. അല്ല, സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേ ഇല്ല. പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ വന്നത്. ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദാ ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല, ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്തു തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും. നോട്ട് എ മോക്ക് ബ്ലീഡിംഗ് ലൈക്ക് ദിസ്, ദ റിയൽ bloodshed. And Mohammad Sarkar is inflammable, highly inflammable.